ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ സാമ്പാർ ചീരയെക്കുറിച്ചാണ്. വാട്ടർ ലീഫ് എന്നാണ് ഇംഗ്ലീഷിൽ ഇതിൻ്റെ പേര്. വയലറ്റ് നിറത്തിലുള്ള ചെറിയ പൂക്കളാണ് ഇതിനുള്ളത്. വേനൽക്കാലത്ത് നിർബന്ധമായും നമ്മൾ ഉപയോഗിച്ചിരിക്കേണ്ട ഇലക്കറികളിൽ ഒന്നാണിത്. ഇത് ശരീരത്തിന് തണുപ്പ് പ്രദാനം ചെയ്യുന്നു. ജലാംശം കൂടുതൽ ഉള്ളതുകൊണ്ടാവാം ഇത് വാട്ടർ ലീഫ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മുറിവുകളെ ഉണക്കാൻ ഇതിനൊരു പ്രത്യേക കഴിവ് തന്നെയുണ്ട്. അൾസർ പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഈ ചീര ഉപയോഗിക്കുന്നത് മൂലം നന്നായി ശമിക്കുന്നു. മാത്രവുമല്ല, നല്ല ഉറക്കവും കിട്ടും. യാതൊരു പരിചരണവുമില്ലാതെ തഴച്ചു വളരുന്നൊരു പാവം സസ്യമാണിത്. കിളുന്ത് തണ്ടുകൾ ഇലയോടൊപ്പം നമുക്ക് ഒടിച്ചെടുക്കാം. തൊടിയിൽ എവിടെയെങ്കിലും അതിൻ്റെ ഒരു തണ്ട് നട്ടാൽ മതി, പടർന്നു പിടിച്ചുകൊള്ളും. ഇടയ്ക്ക് തോരനായി നമുക്ക് ഒടിച്ചെടുക്കുകയും ചെയ്യാം. മുട്ട, പയർ, പരിപ്പ് ഇതൊക്കെ ചേർത്ത് രുചികരമായ തോരൻ നമുക്ക് ഇതുപയോഗിച്ച് തയ്യാറാക്കാം. തയ്യാറാക്കി കഴിഞ്ഞാൽ ചൂടോടെ ഉപയോഗിക്കുന്നതാണ് ഉത്തമം. സാമ്പാറിൽ കൊഴുപ്പ് കൂട്ടാൻ പണ്ടുള്ളവർ ഇത് ചേർക്കുമായിരുന്നു. അങ്ങനെയാവാം നാട്ടിൻപുറങ്ങളിൽ സാമ്പാർ ചീര എന്ന പേര് ഈ ചീരയ്ക്ക് കിട്ടിയത്. നമുക്കിതരിഞ്ഞ് മുട്ട ചേർത്തൊരു തോരൻ തയ്യാറാക്കാം. ഒരു പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. അതിലേക്ക് വറ്റൽമുളക്, ഉള്ളി അരിഞ്ഞത് എന്നിവയിട്ട് വഴറ്റുക. പിന്നീട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സാമ്പാർ ചീരയിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് വയ്ക്കുക. ചീരയിലേക്ക് ആവശ്യത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനി അരപ്പുകൂട്ട് തയ്യാറാക്കാം. തേങ്ങ, ജീരകം, പച്ചമുളക്, മഞ്ഞൾപ്പൊടി ഇവ മിക്സിയിൽ ഒതുക്കിയെടുക്കുക. നന്നായി വാടിയ ചീരയിലേക്ക് അരപ്പിട്ടിട്ട് നന്നായി തട്ടിപ്പൊത്തി വയ്ക്കുക. ചീര മുകളിലേക്കാക്കി അരപ്പ് അടിവശമാകുന്ന രീതിയിൽ തട്ടിപ്പൊത്തി വയ്ക്കണം. അരപ്പ് നന്നായി ചൂടായ ശേഷം ചീരയുമായി ഇളക്കി യോജിപ്പിക്കുക. ചീരയിൽ ജലാംശം കൂടുതലായതുകൊണ്ട് അരപ്പ് തയ്യാറാക്കുമ്പോൾ ജലാംശം ഉണ്ടാകാനേ പാടില്ല. പാനിൻ്റെ നടുക്കു ഭാഗത്തു നിന്ന് ചീര മാറ്റിയ ശേഷം അല്പം എണ്ണ ഒഴിച്ച് അതിലേക്കൊരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. മുട്ട ഒന്ന് വലിഞ്ഞ ശേഷം തോരനുമായി ഇളക്കി യോജിപ്പിക്കണം. സ്വാദിഷ്ടവും പോഷകസമൃദ്ധവുമായ സാമ്പാർ ചീരത്തോരൻ റെഡി.